ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. സ്നേഹം കാണിക്കേണ്ടതേ എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള സമയത്തല്ല, ഇതുപോലെ മോശ സമയത്താ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളല്ലേ, അതിലൊന്നും ആരെയും നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ. എങ്കിൽ ഞാൻ ചെല്ലട്ടെ കുഞ്ഞമ്മേ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ആ ശരി മോളെ, മോള് പോയിട്ട് വാ. ശരി. ശരി. പാവം കുഞ്ഞ്. അനു, അനു, നീ എന്താ ഇവിടെ? ഹർഷയുടെ വീട്ടിൽ പോയതാണോ? ആ അതെ, നമ്മൾ അന്ന് വന്നതല്ലേ. ഇടയ്ക്ക് വന്നന്ന് ആശ്വസിപ്പിച്ച ഹർഷയുടെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവല്ലോ എന്ന് തോന്നി. ആ അതൊക്കെ ശരിയാ, പക്ഷേ നമ്മൾ നമ്മുടെ സാഹചര്യം കൊണ്ട് നോക്കണ്ടേനോ. മോനെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തി നിനക്ക് എപ്പോഴും ഹർഷയെ നോക്കാൻ പറ്റുമോ? അതിന് അവനെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഞാൻ വരുമോ? അവനെ നോക്കാൻ അവിടെ ബാനുമ്മ ഉണ്ടല്ലോ. എങ്കിലും അനു ഹർഷയുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പ്രതിഭയുടെ കാര്യത്തിൽ ഇടപെട്ടപ്പോഴും ഇന്ദ്രേട്ടൻ ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യമൊക്കെ ഇല്ലേ ഇന്ദ്രേട്ട? അതുണ്ട്. നിന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ എനിക്കിപ്പോൾ ഒരു അധികാരവും ഇല്ലെന്നറിയാം. എന്നിട്ടും ഞാൻ പറയുന്നത് അനുവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് കരുതിയാൽ മതി. എനിക്ക് ശരിയാണെന്ന് തോന്നുന്നതാ ഇന്ദ്രേട്ട ഞാൻ ചെയ്യുന്നത്. ഞാൻ കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള അനുഭവമൊക്കെ എനിക്കുണ്ട്. ശരി, ഞാനൊരു തർക്കത്തിനില്ല. അനു വണ്ടി കയറ്, ഞാൻ വീട്ടിൽ കൊണ്ടുപോടാം. വേണ്ട ഇന്ദ്രേട്ടൻ, വേറെ വഴിക്കല്ലേ. ഞാൻ ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ചു പൊക്കോളാം. ഞാൻ വിടാനു, നീ കയറ്. വേണ്ട ഇന്ദ്രേട്ട, ഞാൻ പോയിക്കോളാം. ഇന്ദ്രേട്ടന്റെ കാര്യങ്ങൾ നടക്കട്ടെ. പയ്യെ പയ്യെ. കുഴപ്പമില്ല. എന്റെ ദൈവമേ, അവന്മാര് തല്ലി ചതച്ചു കളഞ്ഞല്ലോ. അച്ഛ, നമുക്ക് രഘുവേട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം. നീ ഒന്നും മിണ്ടാതിരിക്കമ്പളേ. ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരാതെ നേരെ അങ്ങോട്ട് പോയാ പോരെ. അച്ഛ, അച്ഛനെങ്കിലും ഒന്ന് പറ. ഇടി കൊണ്ട് ശരീരം മുഴുവൻ കല്ലിച്ച് കാണും. എന്റെ അമ്പിളി, നീ ആദ്യം അവനൊരു സമാധാനം കൊടുക്ക്. ഹോസ്പിറ്റലിൽ പോണെങ്കിൽ നമുക്ക് പോവാം. അത് പറയാനുള്ളൊരു അവസരമെങ്കിലും നീ അവന് കൊടുക്ക്. രഘുവേട്ട, ഈ വെള്ളം കുടിക്ക. ഇതാ ഞാൻ പറഞ്ഞത്, സ്വർണം പോലീസിനെ ഏൽപ്പിച്ചാൽ മതിയെന്ന്. വിഷപ്പാമ്പിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതും കള്ളക്കടത്തുകാരോട് കോംപ്രമൈസിന് പോകുന്നതും ഒരുപോലെ തന്നെയാ. അവന്മാരെന്നെ ഒന്നും സംസാരിക്കാൻ സമ്മതിച്ചില്ല അമ്മാവ. അതാ പറ്റിയത്. എന്റെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെന്ന് ഇപ്പോഴും അവന്മാർക്ക് അറിയില്ലെന്നാ സത്യം. ഇനി അവരത് അറിയണ്ട. ആ സ്വർണ്ണം അവന്മാർക്ക് തിരിച്ചു കൊടുക്കുകയും വേണ്ട. അതെ, ഇനി വളഞ്ഞ വഴിയില്ല, നേരായ വഴി മാത്രമേ ഉള്ളൂ. നാളെ തന്നെ ആ സ്വർണം കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ നീ ഏൽപ്പിക്കണം രഘു. വേണമെങ്കിൽ ഞാനും വരാം. CI സാറിനോട് ഞാൻ സംസാരിക്കാം. അദ്ദേഹത്തിന് നമ്മളെ മനസ്സിലാവും. അപ്പോ അച്ഛ, സ്വർണ്ണം ഒളിപ്പിച്ചതിന് ഞാൻ പിടിക്കപ്പെടട്ടെ എന്നാണ് അച്ഛൻ പറയുന്നത്? നിനക്കിതിൽ ഒരു പങ്കുമില്ലാമ്പളി. വണ്ടിക്കകത്തുനിന്ന് സ്വർണം കിട്ടിയത് നിനക്കല്ല, എനിക്കാ. ആ സ്വർണം ഇത്രയും നാൾ മറച്ചു വെച്ചതും ഞാൻ തന്നെയാ. പോലീസ് അതിന്റെ പേരിൽ എന്നെ ശിക്ഷിച്ചോട്ടെ. എന്നാലും ഇനിയൊരു നിയമലംഘനത്തിന് അനന്തം മാഷ് എന്തായാലും കൂട്ടുനിൽക്കില്ല. ഹോസ്പിറ്റലിൽ പോണോ? കുഴപ്പമില്ല. രഘുവേട്ട, ഗുണ്ടകള് രഘുവേട്ടനെ ആക്രമിച്ച കാര്യം പോലീസിൽ അറിയിക്കണ്ടേ? ആ CI ഞാൻ അപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞാ ചെയ്തു. അമ്മാരുടെ വണ്ടി നമ്പറും കൊടുത്തു. പോലീസ് അത് വെച്ച് അന്വേഷിക്കുമായിരിക്കും. ഞാനൊന്ന് കിടക്കട്ടെ.
വാ പതുക്കെ. എങ്ങനെയുണ്ട് അതില് സംസാരിക്കാനൊക്കെ പറ്റുമോ? സാറിനിപ്പോ എന്താ അറിയേണ്ടത്? നിനക്ക് ആരാണ് ആ സ്വർണം കൈമാറിയതെന്നും നീ അത് ആർക്ക് കൊടുക്കാനാണ് കൊണ്ടുപോയതെന്നും അറിയണം. രണ്ടും എനിക്കറിയില്ല സാർ. ഏതോ ഒരാൾ തന്നു. മറൈൻ ഡ്രൈവിൽ ഗോൾഡുമായിട്ട് ചെന്നാ മറ്റൊരാൾ വന്നത് കൈപ്പറ്റുമെന്നും പറഞ്ഞു. സ്വർണ്ണക്കടത്തുകാരുടെ നെറ്റ്വർക്കിനെ കുറിച്ച് സാറിന് അറിയാത്തൊന്നും അല്ലല്ലോ. നെറ്റ്വർക്കിനെ കുറിച്ച് മാത്രമല്ല, അതിന്റെ കണ്ണികളിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടതെന്നും എനിക്കറിയാം. പക്ഷേ നിന്റെ ഈ കണ്ടീഷനിൽ അത് പറ്റില്ല എന്ന് മാത്രം. നീ സ്വർണം കടത്താൻ വിളിച്ച ആ ടാക്സിക്കാരന് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ? ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അത് റോങ് ഇൻഫർമേഷനാണ് സാർ. അവൻ ഇതിലൊരു പങ്കുമില്ലെന്ന് ഞാൻ SP കൊടുത്ത മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സാർ. നിരപരാധിയായ ഒരു മനുഷ്യനെ വെറുതെ ഇതിലേക്ക് വലിച്ചഴിക്കണോ സാർ? രഘുവിനെ ഇതിലേക്ക് വലിച്ചഴക്കുന്നത് പോലീസല്ല, ഗോൾഡ് മാഫിയ തന്നെയാ. അന്ന് പോലീസ് പിടിച്ചെടുത്ത 2 കിലോ സ്വർണം കൂടാതെ 1 കിലോ സ്വർണം കൂടി കാണാനുണ്ടെന്നും അത് രഘുവാണ് അടിച്ചു മാറ്റിയെന്നും പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ ആൾക്കാര്. അതിനെക്കുറിച്ച് നിനക്കെന്താ പറയാനുള്ളത്? നിന്റെ കയ്യില് 3 കിലോ സ്വർണം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാർ. ബാഗിൽ 3 കിലോ സ്വർണം ഉണ്ടായിരുന്നു. എങ്കിൽ 1 കിലോ സ്വർണം എവിടെ? പോലീസ് പിറകിലുണ്ടെന്ന് മനസ്സിലായപ്പോൾ കയ്യിലുണ്ടായിരുന്ന സ്വർണം പല സ്ഥലങ്ങളിലായിട്ട് ഉപേക്ഷിച്ച് രക്ഷപ്പെടാനായിരുന്നു ഞാൻ നോക്കിയത്. അതിൻ്റെ ഭാഗമായി ഒരെണ്ണം ഞാൻ ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ ഞാനതെടുത്ത് താഴേക്ക് കളഞ്ഞു. രണ്ടാമത്തെ എടുക്കുമ്പോഴേക്കും പോലീസ് എത്തി വണ്ടി ബ്ലോക്ക് ചെയ്ത് നിർത്തിയില്ലേ. പിന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബാഗ് എടുത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു. നീ പറയുന്നതൊക്കെ സത്യമാണോ? ഇത് നിന്റെ മൊഴിയായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്ന സത്യ സാറേ. ബ്രിഡ്ജിന്റെ താഴെ കായലിന്റെ പരിസരത്ത് തപ്പിയ ആ സ്വർണം ചിലപ്പോൾ കിട്ടിയേക്കും. സാറ് പോലീസുകാരെ വിട്ട് ഒന്ന് പരിശോധിച്ചു നോക്കും. ഓക്കെ. അപ്പോ രഘുവിന് ഇതിനെക്കുറിച്ച് അറിവോ പങ്കോ ഇല്ലെന്നാണ് നീ ഇപ്പോഴും പറയുന്നത് അല്ലേ? അതെ സാർ. രഘുവിന് ഇതിലൊരു പങ്കുമില്ല. അയാളൊരു പാവമാണ് സാർ. മനഃപൂർവ്വം ഉപദ്രവിക്കരുത് പ്ലീസ് സാർ.